വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുമായി നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരം പിൻവലിച്ചത്. അപർണ കേസ് ഉണ്ട്. വിവരങ്ങളുമായി അപർണ, എന്തായാലും മന്ത്രിയുമായി നടത്തിയ ചർച്ച ഫലം കണ്ടിരിക്കുകയാണ്. LPST ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ 37 ദിനങ്ങളായി നടത്തി വന്നിരുന്ന സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ കഴിഞ്ഞ 37 ദിവസങ്ങളായി LPST ഉദ്യോഗാർത്ഥികൾ സെക്രട്ടറിയേറ്റിന് മുമ്പിൽ നടത്തിക്കൊണ്ടിരുന്ന സമരം പിൻവലിച്ചിരിക്കുകയാണ്. നിരാഹാര സമരമാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. 13 ദിവസം ഇത്തരത്തിൽ നിരാഹാരം കിടന്ന വളർമതി ടീച്ചർക്ക് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത്തരത്തിൽ ജലം നൽകിക്കൊണ്ട് നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങളൊക്കെ തന്നെ നിയമം കൂടി കണക്കിലെടുത്തുകൊണ്ട് പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ നിരാഹാര സമരം ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒഴിവ് വരുന്ന സാഹചര്യത്തിൽ ഈ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകുമെന്നൊരു വാഗ്ദാനം കൂടി മന്ത്രി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 37 ദിവസങ്ങളും ഇത്തരത്തിൽ LPST ഉദ്യോഗാർത്ഥികൾ 1ാം റാങ്ക് ലഭിച്ചവർ ഉൾപ്പെടെയുള്ളവർ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇത്തരത്തിൽ സമരം നടത്തിയിരുന്നു. മറ്റ് ആവശ്യങ്ങൾ കൂടി ഇവർ ഉന്നയിച്ചിരുന്നു. അതായത് 1:25 അനുപാതത്തിലേക്ക് മാറ്റണം എന്നുള്ളതും ഡിവിഷൻ തിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങൾ മാറ്റണമെന്നുമുള്ളത് പുനഃക്രമീകരിക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ LPST ഉദ്യോഗാർത്ഥികൾ ഈ സമരം ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയിരുന്നത്. കഴിഞ്ഞ 37 ദിവസങ്ങളായി സമരം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇന്നാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ചയ്ക്ക് ഇവരെ വിളിക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലാണ് 10:30 ഇത്തരത്തിൽ ഈ ഉദ്യോഗാർത്ഥികളുമായി ഒരു ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ ഇപ്പോൾ ധാരണ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവർ ഇപ്പോൾ ഈ സമരം നിരാഹാര സമരം ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. മറ്റ് സമര പരിപാടികളുമായി തന്നെ മുന്നോട്ട് പോകുമെന്നും ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികൾ അറിയിച്ചിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. അപർണയാണ് വിവരങ്ങൾ നൽകിയത്. ആസൂത്രണ ബോർഡ്